നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി നിഖിലും അനുവും മറ്റൊരു ലോകത്തേക്ക് ഒന്നിച്ചു തന്നെ യാത്രയാകുന്നു. ഒപ്പം ഇരുവരുടെയും പിതാക്കന്മാരും. കഴിഞ്ഞ ഞായറാഴ്ച മുറിഞ്ഞകല്ലിലുണ്ടായ വാഹനാപകടത്തിലാണ് മല്ലശ്ശേരി പുത്തേത്തുണ്ടിൽ മത്തായി ഈപ്പൻ, മകൻ നിബിൽ ഈപ്പൻ, ഭാര്യ മല്ലശ്ശേരി പുത്തൻവിള കിഴക്കിയതിൽ അനു ബിജു, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവർ മരിച്ചത്. മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് കാത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മത്തായി ഈപ്പന്റെയും നിഖിലിന്റെയും അനുവിന്റെ മൃതദേഹങ്ങൾ കുടുംബ കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിക്കുക. ഇടത്തിട്ടിലെ സ്വകാര്യ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ രാവിലെ 2 വീടുകളിലും എത്തിച്ച് പ്രാർത്ഥന നടത്തിയ ശേഷം 8 മണിയോടെ പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 വരെ പൊതുദർശനത്തിന് വയ്ക്കും. നവംബർ 30-നാണ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത്. നിഖിൽ ഈപ്പൻ മത്തായി കാനഡയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു അനു നിഖിൽ വിവാഹം നടന്നത്. 8 വർഷം മുൻപ് നാട്ടുകാരിയും ഒരേ ഇടവകക്കാരിയുമായ അനുവിനോട് നിഖിൽ മത്തായിക്ക് തോന്നിയ ഇഷ്ടമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശിച്ചു മോഹിച്ചു കിട്ടിയ ജീവിതം തുടങ്ങും മുൻപേ ഇരുവരും മരണത്തിന് കീഴടങ്ങി. 12 വരെയുള്ള പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശുശ്രൂഷകൾക്ക് സാമുവൽ മാർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മധുവിധു ആഘോഷിച്ച് മലേഷ്യയിൽ നിന്ന് തിരികെ എത്തുന്ന നിഖിലിനെയും ആനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴി മുറിഞ്ഞകലിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിൽ ഇടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. 8 വർഷത്തെ പ്രണയത്തിനു ശേഷം കഴിഞ്ഞ നവംബർ 30-നാണ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത്. വെറും 15 ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് ജീവിച്ചത്. നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനു. വിവാഹത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറും മുൻപാണ് കുടുംബത്തിലെ 4 മരണങ്ങളുടെ ദുഃഖവാർത്തയെത്തിയത്. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നായിരുന്നു വിവാഹത്തിനായി നാട്ടിലെത്തിയത്. അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിനെയായിരുന്നു ദുരന്തം. പ്രത്യാശയുടെ ഈ ക്രിസ്മസ് കാലത്ത് 2 വീടുകൾക്ക് മുന്നിലും ക്രിസ്മസ് ട്രീകളുണ്ട്. പക്ഷേ അത് അലങ്കരിച്ചവരുടെ മുഖങ്ങളിൽ ഇന്ന് ആ പ്രത്യാശയില്ല. അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് FIR. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് FIR-ൽ പറയുന്നുണ്ട്. കാർ അമിത വേഗതയിൽ വന്നിടിച്ചുവെന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവറും പറഞ്ഞത്. അരിമ മക്കളുടെയും പാതി ജീവനും വിട പറഞ്ഞതിന്റെ നൊമ്പരത്തിലാണ് സാലിയും നിഷയും. കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യൻ എന്ന നിഖിൽ വിവാഹത്തിന് വേണ്ടിയായിരുന്നു നാട്ടിലേക്ക് എത്തിയത്. ജനുവരി 18-നായിരുന്നു അനുവിനോടൊപ്പം തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ വിധി ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോയത് മറ്റൊരു അപകടത്തിലാണെന്ന് മാത്രം. നിഖിൽ മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പള്ളിയിലെ പരിപാടികളും സജീവമായിരുന്നു. നിഖിലിന്റെ സഹോദരി നീത വിദേശത്തുനിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി തിരിച്ചെത്തി. അപ്രതീക്ഷിത വേർപാടിൽ തളർന്നിരിക്കുകയാണ് അനുവിന്റെ സഹോദരൻ ആരോണും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.